ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയാലോ? നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആദ്യം നോക്കാം. ഗിയർ വയർ വേണം, സിൽവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബീഡ്സ് വേണം, ഒരു ചെയിൻ വേണം. ഇതിന് പകരം നമുക്ക് വട്ടക്കണ്ണിയായിട്ട് ഉപയോഗിക്കാം. ചെയിൻ വേണമെന്നില്ല. ഹാങ് ചെയ്തിടാൻ താല്പര്യമുള്ളവർക്ക് ചെയിൻ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വട്ടക്കണ്ണി ഉണ്ടെങ്കിൽ മതി. പിന്നെ 2 ജമ്പ് റിങ്, ഒരു ഫിഷ് ഹൂക്ക്, 2 ഗിയർ ലോക്ക്. ഇത്ര ഐറ്റം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് അളവ് നോക്കിയിട്ട് ഗിയർ വയർ കട്ട് ചെയ്തെടുക്കണം. ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം, ഒരു ജമ്പ് റിങ് ഇട്ട് കൊടുക്കാം. ഇത് ഒരറ്റം നമുക്ക് ഗിയർ ലോക്കിൻ്റെ അകത്തൂടെ കയറ്റി കൊടുക്കാം. നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. ഇനി ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് എക്സ്ട്രാ പീസ് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൽ ചെറിയൊരു പീസേ ഉള്ളൂ, ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഞാൻ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. ബീഡ്സ് കോർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 10 ബീഡ്സ് ചെറുതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വലിയ ബീഡ് ഇട്ട് കൊടുക്കാം. ഒരു 3 ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ചെറുത് 10 ബീഡ്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റാണ്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുക. നമ്മൾ ഫ്രീ ആയിട്ടാണ് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. ഫീസൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് മാത്രം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സൊക്കെ എല്ലാവർക്കും ഉപയോഗപ്പെടും. നമ്മളിപ്പോൾ ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. ഗിയർ ലോക്ക് ഇട്ടു, ഒരു ജമ്പ് റിങ് ഇട്ടു. എന്നിട്ട് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ഗിയർ വയർ വലിച്ച് പുറത്തേക്ക് എടുക്കണം. ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഇടുന്ന സമയത്ത് തന്നെ അവിടെ കിടക്കുന്ന ഒരു മുത്തിനകത്തൂടെ, നമ്മൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ഒരു മുത്തിനകത്തൂടെ
നമ്മൾ വയറ് എടുക്കുന്നുണ്ട്. അത് കയ്യിൽ ഇതിൻ്റെ വയറ് തറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പീസ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല പോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. ശ്രദ്ധിക്കണം, നമ്മൾ ഇത് ആവശ്യത്തിന് കറക്റ്റായിരിക്കണം. നമ്മൾ ഇട്ടിട്ടുള്ള ഭാഗം ലൂസ് ടൈറ്റ് എല്ലാം നമ്മൾ നോക്കി കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വലിച്ച് ടൈറ്റ് ചെയ്യുക. ഇനി ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. എക്സ്ട്രാ പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫിഷ് ഹൂക്ക് ജംപ് റിങ് ഒന്ന് അകത്തി കൊടുത്തിട്ട് ഫിഷ് ഹൂക്ക് ഇടാം. എന്നിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ജംപ് റിങ് ഒന്ന് അകത്തിയിട്ട് നമ്മളൊരു വട്ടക്കണ്ണി ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജംപ് റിങ് ഒന്ന് അകത്തിയിട്ട് ഈ ചെയിൻ ഇതിൽ ഹാങ് ചെയ്ത് കൊടുക്കാം. ജംപ് റിങ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഹാങ്ങിങ്സ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ചാംസ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ഹാങ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേസ്ലെറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റായിട്ട് പറയാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഞാനിവിടെ ഇതിൻ്റെ അറ്റത്തായിട്ട് ഒരു ചാൻസ് എൻ്റെ കയ്യിൽ എപ്പോൾ സ്റ്റോക്ക് ഔട്ടായി, അതുകൊണ്ട് ഞാനൊരു ലെറ്റർ ടി എന്നുള്ളൊരു ലെറ്റർ ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത്രയും ലെങ്ത്ത് വേണമെങ്കിൽ ലെങ്ത്ത് കുറച്ചിട്ട് നമുക്കിടാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം.